ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് 10ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമായിട്ടുള്ള രണ്ടാംഗൃ സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ആദ്യം പേജ് നമ്പർ 85 സ്ക്വയർ പ്രോബ്ലം വർഗ പ്രശ്നങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന ആദ്യ ചോദ്യം നോക്കാം. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ പരപ്പളവ് 49 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ആദ്യത്തെ സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര മീറ്റർ ആണ്? വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 മീറ്റർ ടു മേക്ക് എ സ്മോളർ സ്ക്വയർ. ഇറ്റ്സ് ഏരിയ 49 സെൻറ്റിമീറ്റർ സ്ക്വയർ. വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ദ ഒറിജിനൽ സ്ക്വയർ? എന്താ പറഞ്ഞത് വെച്ചാൽ, ഒരു സമചതുരമുണ്ട്. പ്രത്യേകം എന്തായിരിക്കും? എല്ലാ വശവും തുല്യമായിരിക്കും. ഈ ചതുരത്തിനെ ഞാൻ എന്ത് ചെയ്ത് ചെറുതാക്കിയപ്പോൾ മറ്റൊരു സമചതുരം കിട്ടി. ആദ്യത്തെ വശം എത്രയാണോ ആ വശത്തേക്കാളും 2 സെൻറ്റിമീറ്റർ കുറഞ്ഞിട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ചെറിയ ചതുരത്തിൻ്റെ ഓരോ വശങ്ങളും. ആദ്യത്തെ വശം ത്രികോണത്തിൻ്റെ സമചതുരത്തിൻ്റെ വശം എത്രയാണോ അതിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഓരോ വശങ്ങളും കിട്ടും. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാണ്? 49 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം എത്ര? അപ്പോൾ നമുക്ക് വലിയ സമചതുരത്തിൻ്റെ വശങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കൊടുത്ത് എക്സ് എന്ന് കൊടുത്ത്, ഈ വശം എത്രയാണോ അതിനേക്കാൾ എത്ര കുറഞ്ഞു എന്നാണ് പറയുന്നത്? 2 കുറഞ്ഞു. അപ്പോൾ ഈ ഓരോ വശം എത്രയായിരിക്കും? x-2. സ്ക്വയറിൻ്റെ പ്രത്യേകത എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതൊക്കെ എക്സ്, x-2 ആണെങ്കിൽ എല്ലാ സൈഡും x-2. നമുക്കറിയാം ഏരിയ എങ്ങനെ കാണുക? സ്ക്വയറിൻ്റെ സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ എ സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു സൈഡ് എത്രയെന്ന് അറിയാം? x-2 ഹോൾ സ്ക്വയർ. അതാണ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ ഏരിയ എത്രയെന്ന് അറിയാം? 49. ഇവിടെ സ്ക്വയർ ആണ്. സ്ക്വയർ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട്. അപ്പോൾ x-2 ഈക്വൽ ടു √49. √49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെയിം സംഖ്യ ഗുണിച്ചാൽ 49 കിട്ടണം. അപ്പോൾ 7 × 7 ആണ് 49. അപ്പോൾ x-2 ഈക്വൽ ടു 7 എന്ന് എഴുതാൻ പറ്റും. x ഈക്വൽ ടു 7 ഇവിടെ ഉണ്ട്, -2 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ്. അപ്പോൾ 7 + 2 ഈക്വൽ ടു 9. എക്സ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് ആയിരുന്നു. എത്ര കിട്ടി? 9 കിട്ടി. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സമചതുരാകൃതിയായ ഒരു മൈതാനത്തിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. എന്താ പറഞ്ഞത് വെച്ചാൽ, സമചതുരം ഒരു സ്ക്വയർ, ആ സ്ക്വയറിന് ഇതെന്താണ്? ഒരു ഗ്രൗണ്ടാണ്. ദർ ഈസ് എ 2 മീറ്റർ വൈഡ് പാത്ത് അറൗണ്ട് എ സ്ക്വയർ ഗ്രൗണ്ട്. ഒരു സ്ക്വയർ ഗ്രൗണ്ടിന് ചുറ്റും 2 മീറ്റർ വൈഡിൽ എന്തുണ്ട്? ഒരു പാത്ത് ഉണ്ട്. അത് നടക്കുന്ന ഒരു പാത്ത് ഉണ്ട്. ഇതാണ് ആ പാത്ത് എന്ന് പറഞ്ഞാൽ. ഇതാണ് സ്ക്വയറിലുള്ള ആ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. മൈതാനവും പാതയും ചേർന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് 1200 ചതുരശ്ര മീറ്റർ ആണ്. മൈതാനത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ദർ ഈസ് എ 2 മീറ്റർ വൈഡ് പാത്ത് അറൗണ്ട് ദ സ്ക്വയർ ഗ്രൗണ്ട്. ദ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് ആൻഡ് ദ പാത്ത് ടുഗദർ ഈസ് 1225 സെൻറ്റിമീറ്റർ സ്ക്വയർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട്? ഈ സ്ക്വയർ ഗ്രൗണ്ടും ഈ പാത്തും തമ്മിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 1225 ആണ്. നമ്മൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഗ്രൗണ്ട് എലോൺ. ഈ ഗ്രൗണ്ടിൻ്റെ മാത്രം എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ മൈതാനത്തിൻ്റെ ഈ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മീറ്റർ വൈഡാണ്. ഈ ചതുരത്തിൽ സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന് 2 മീറ്റർ വൈഡിലാണ് എന്ത് വരുന്നത്? പാത്ത് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 സൈഡും എത്ര മീറ്റർ വീതമായിരിക്കും കൂടി ഉണ്ടാവുക? 2. ഇവിടെ ഈ സ്ക്വയറിൻ്റെ വശം നമുക്കറിയില്ല. കണ്ടുപിടിക്കേണ്ട ഗ്രൗണ്ടിൻ്റെ ഏരിയയുടെ ഒരു വശം എനിക്കറിയില്ല. സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എക്സ്. ഇത് എക്സ് ആണെങ്കിൽ ഇതൊക്കെ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ആയി, ഇവിടെ 2 ആയി, ഇവിടെ 2 ആയി. അപ്പോൾ നമുക്ക് ഈ പാത്തിൻ്റെ സ്ക്വയറിൻ്റെ മൊത്തം ലെങ്ത്ത് കിട്ടും. ഇവിടെ എക്സ്, ഇവിടെ +2, ഇവിടെയും +2, ആകെ എത്രയായി? 4. x+4 ആയിരിക്കും ഈ സൈഡ് എന്ന് പറഞ്ഞാൽ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്ക്വയറും പാത്തും തമ്മിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1225 ആണ്.
അപ്പോൾ സ്ക്വയറാണ്. ഏരിയ എങ്ങനെ കാണുക? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ x+4 ഇൻറ്റു x+4 അതാണ് ഏരിയ, അതായത് സൈഡിൻ്റെ സ്ക്വയർ. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x+4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഏരിയ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1225 സ്ക്വയർ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട്. അപ്പോൾ x+4 ഈക്വൽ ടു റൂട്ട് 1225. 1225 ഏത് സംഖ്യയുടെയാണ് റൂട്ട് എന്ന് കണ്ടുപിടിക്കാൻ ഈ LCM കണ്ടാൽ മതി. LCM ചെയ്യുമ്പോൾ 1225 5ൻ്റെ പോവും. അപ്പോൾ 2 × 5 10. 10 ഇവിടെ 12 10 ബാക്കി 12 2 ബാക്കി, അപ്പോൾ 22. അപ്പോൾ 4 × 5 20. നമുക്ക് 22 വേണ്ടത്, 20 കിട്ടി. 22 ബാക്കി 2. അപ്പോൾ 5 × 5 25. പിന്നെയും 245 5ൻ്റെ ഗുണനപ്പട്ടികയിൽ പോവും. 5ൻ്റെ ഗുണനപ്പട്ടികയിൽ പോകുമ്പോൾ 4 × 5 20. 24 ബാക്കി 4 ബാക്കി. അപ്പോൾ 9 × 5 45. 49 ഇതിൻ്റെ ഗുണനപ്പട്ടികയിലാണ് പോവുക 7ൻ്റെ. അപ്പോൾ 7 × 7 49. 7 പോവുള്ളൂ. അപ്പോൾ 7 × 1 7. അപ്പോൾ 7 × 1 7. ഇതാണ് 1225 LCM. ഇനി 1225 ഏതിൻ്റെ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കിടക്കുന്ന സൈഡിൽ കിടക്കുന്ന നമ്പേഴ്സ് എന്ത് ചെയ്താൽ മതി? ഗുണിക്കുക. 5 × 5 × 7 × 7. ഇത് പെയറാക്കുമ്പോൾ ഇവിടെ 2 5 ഉണ്ട്, ഇവിടെ 2 7 ഉണ്ട്. അപ്പോൾ 2 5നെ ഒരു പെയറാക്കി കൂട്ടിക്കഴിഞ്ഞാൽ 5 5. അതേപോലെ തന്നെ ഈ 2 7നെ ഒരു പെയറാക്കി കഴിഞ്ഞാൽ എത്ര എണ്ണം? ഒരു 7 ഉള്ളൂ, ഒരു പ്രാവശ്യം എഴുതുക. അതുകൊണ്ട് പറയാം ഇവിടെ എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട്. അപ്പോൾ അതിനൊരു പെയറാക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം 5 എടുത്ത് എഴുതുക. അതേപോലെ തന്നെ ഒരു പെയറിൽ 2 എണ്ണം ഉണ്ട്, ഒരു പ്രാവശ്യം എന്തെടുത്ത് എഴുതിയാൽ മതി? 7 എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ 7 × 5 35. നമുക്ക് എഴുതാം x+4 ഈക്വൽ ടു 1224 35ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 35. അപ്പോൾ നമുക്ക് എഴുതാം x ഈക്വൽ ടു +4 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -35 -4. 35ന്ന് 4 പോയാൽ 31. അപ്പോൾ x ഈക്വൽ ടു 31. നമുക്ക് കിട്ടി സൈഡ് ഓഫ് എ സ്ക്വയർ. സൈഡ് ഓഫ് സ്ക്വയർ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡ് കിട്ടി. എത്രയാണ്? x അല്ലായിരുന്നു. x ഈക്വൽ ടു 31. നമ്മളുടെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ അഥവാ പരപ്പളവ്. പരപ്പളവ് എങ്ങനെ കാണുക? സൈഡ് ഇൻറ്റു സൈഡ്. 31 × 31. 31 × 31 ചെയ്ത് കഴിഞ്ഞാൽ 961 മീറ്റർ സ്ക്വയർ കിട്ടും. ഇതാണ് ഈ ഗ്രൗണ്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇനി പേജ് നമ്പർ 87 ഒന്നാമത്തെ ചോദ്യം. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ 289 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? 1. Added to the product of 2 consecutive even numbers gave 289. What are the numbers? അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യകളുടെ പ്രത്യേകത 2 വീതമായിരിക്കും എന്ത് ചെയ്യുക? കൂടിക്കൂടി വരിക. അപ്പോൾ ആദ്യത്തെ നമ്പർ ഞാൻ x എന്നെടുത്ത്, അപ്പോൾ അടുത്ത നമ്പർ എത്രയും 2 വീതം കൂടി വരുന്നത്. അപ്പോൾ x+2. ഓക്കെ. ഇനി ഈ 2 സംഖ്യകൾ ഗുണിച്ചിട്ട് 1 കൂട്ടിയപ്പോൾ 280 കിട്ടി. അപ്പോൾ x × x+2 അത് കൂടെ എത്ര കൂട്ടി? 1 കൂട്ടിയപ്പോൾ 250 കിട്ടി. 289 കിട്ടി. ഇനി എക്സിന് ഉള്ളിലേക്ക് ഗുണിക്കുക. x × x സ്ക്വയർ പ്ലസ് x × 2x. ഇനി ഇവിടെ ആര് ബാക്കിയുണ്ട്? ഒരു പ്ലസ് ഒന്നും കൂടി ബാക്കിയുണ്ട്, ഈക്വൽ ടു 289. ഇനി ഈ നമ്പർ, അതായത് x² + 2x + 1 ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴത്തെ നമ്പർ എത്രയാണ്? x. ഇവിടെ ലാസ്റ്റ് നമ്പർ എത്രയാണ്? 1. അപ്പോൾ x എഴുതി 1 എഴുതുക. ഇവിടെ ചിഹ്നം എന്താ? പ്ലസ്. അപ്പോൾ x+1. ഇത് ഈ x+1ൻ്റെ സ്ക്വയർ ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ x² + 2x + 1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 289. എന്ത് ചെയ്യുക? സ്ക്വയർ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട്. x+1 ഈക്വൽ ടു റൂട്ട് 289. ഇനി റൂട്ട് 289 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 × 17 ആണ് 289.
അപ്പോൾ 289 17ൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 17. എക്സ് ഈക്വൽ ടു പ്ലസ് 1 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -1. 17 മൈനസ് 1 ഈക്വൽ ടു 16. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി 16. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് 16. അപ്പോൾ ആദ്യത്തെ ഇവൺ നമ്പർ കിട്ടി 16. രണ്ടാമത്തെ എങ്ങനെ കാണുക? എക്സ് പ്ലസ് 2. അപ്പോൾ 16 എക്സ്. 16 പ്ലസ് 2. 16 കൂടെ 2 കൂട്ടിയ 18. 16ഉം 18ഉം ആയിരിക്കും അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകൾ. രണ്ടാമത്തെ ചോദ്യം, 6ൻ്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലത്തിനോട് 9 കൂട്ടിയപ്പോൾ 729 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? 9 added to the product of two consecutive multiple of 6 gave 7 to 9. What are the numbers? 6ൻ്റെ ഗുണിതങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പറിനെ ഞാൻ എക്സ് എന്ന് കൊടുത്ത്. 6ൻ്റെ ഗുണിതം എക്സ്. അപ്പോൾ അടുത്ത നമ്പർ എത്രയായിരിക്കും? 6ൻ്റെ ഗുണിതങ്ങൾ വരുമ്പോൾ 6 വീതമാണ് കൂടി വരിക. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ്. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? എക്സ് പ്ലസ് 6. 6 വീതമാണ് എന്ത് ചെയ്യണത്? കൂടി വരുന്നത്. ഈ രണ്ട് 6ൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പറിനോട് അവ ഗുണിച്ച് അത് കൂടെ എത്ര കൂട്ടി? 9 കൂട്ടിയപ്പോൾ 729 കിട്ടി. ഈ രണ്ട് നമ്പർ എന്ത് ചെയ്തു? ഗുണിച്ചു. അത് കൂടെ 9 കൂട്ടിയപ്പോൾ 729 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പം ഞാൻ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത് അതുപോലെ തന്നെയാണ് ഈ എക്സിനെ ഉള്ളിലേക്ക് ഗുണിക്കുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 6 6x പ്ലസ് 9 ഈക്വൽ ടു 7 to 9. ഇനി നമ്മൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഏതിൻ്റെ റൂട്ടാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ ഇവിടെ ആദ്യം ആരാ? എക്സ് എഴുതി. ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് ഇടുക. നേരത്തെ നമ്മൾ 1 തന്നെയാണ് എഴുതിയത്. കാരണം എന്താ? 1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ ആണ്. ഇവിടെ ആരാ? 9 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയർ ആണ്? 3യുടെ സ്ക്വയർ. അപ്പോൾ 9ൻ്റെ പകരം നമ്മൾ എന്ത് എഴുതുക? 3 എഴുതുക. ഹോൾ സ്ക്വയർ ഇടുക. ഈക്വൽ ടു 7 to 9. ഇനി എക്സ് പ്ലസ് 3 ഈക്വൽ ടു സ്ക്വയർ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട് 7 to 9. ഇനി എക്സ് പ്ലസ് 3 ഈക്വൽ ടു 729 എന്ന് പറഞ്ഞാൽ 27ൻ്റെ സ്ക്വയർ ആണ്. 27 × 27 ആണ് 729. അപ്പോൾ എക്സ് പ്ലസ് 3 ഈക്വൽ ടു എത്ര കൊടുക്കാം? 27 കൊടുക്കാം. ഇനി എക്സ് കണ്ടുപിടിക്കണം. പ്ലസ് 3 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 27 മൈനസ് 3 എത്ര കിട്ടും? 24 കിട്ടും. എക്സ് കിട്ടി 24. അപ്പോൾ അടുത്ത നമ്പർ എങ്ങനെ കാണുക? എക്സ് പ്ലസ് 6. അപ്പോൾ എക്സ് 24 പ്ലസ് 6. 24 പ്ലസ് 6 എത്ര കിട്ടും? 30. അപ്പോൾ അടുത്തടുത്ത രണ്ട് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ഏതൊക്കെയാണ്? 24ഉം 30ഉം ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യം, 9 11 13 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയും 16ഉം കൂട്ടിയപ്പോൾ 256 കിട്ടി. എത്ര പദങ്ങളാണ് കൂട്ടിയത്? The first few terms of the arithmetic sequence 9, 11, 13, etc. were added and then the 16 added to the sum to get 2, 5, 6. How many terms were added? അതായത് ഈ സീക്വൻസിലെ കുറച്ച് നമ്പേഴ്സ് തമ്മിൽ കൂട്ടി അതിൻ്റെ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുക എങ്ങനെ കാണുക? സമ്മ് SN. ഈ തുകയിൽ കൂടെ 16 ആഡ് ചെയ്തപ്പോൾ 256 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ടേംസ് ആഡ് ചെയ്തപ്പോഴാണ് ഈ ഉത്തരം കിട്ടിയതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എസ്സിൻ്റെ അവിടെ എത്ര ടേംസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സമ്മ് കിട്ടിയിട്ടില്ല. SN എന്ന് ഞാൻ കൊടുത്തതാണ്. എന്ത് നമ്മൾ കണ്ടുപിടിക്കണം സമ്മ് എത്രയാണെന്ന്. നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതെങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. ആ സീക്വൻസ് എന്തായിരുന്നു? 9 11 13 എക്സെട്ര. ഇതിൽ ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം 9. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ 11 മൈനസ് 9 2. ഇനി ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇക്വേഷൻ എന്താ? XN ഈക്വൽ ടു F പ്ലസ് N മൈനസ് 1 ഇൻറ്റു ഡി. ഫസ്റ്റ് ടേം 9 പ്ലസ് N മൈനസ് 1 ഇൻറ്റു ഡി, കോമൺ ഡിഫറൻസ് 2 ഈക്വൽ ടു 9 പ്ലസ് 2 ഇൻറ്റു N 2N
2 ഇൻറ്റു -2 -2 2 ഇൻറ്റു -1 -2. ഇനി ഈ 2n അതുപോലെ എഴുതുക. ഇനി 9 2 കുറയ്ക്കുക. 9 2 പോയ എത്രയാണ്? 7. ഇവിടെ 9 -2 9 2 പോയ 7. അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും 2n + 7. അപ്പോൾ xn കിട്ടി. ഇനി സമ്മ് കണ്ടുപിടിക്കണം. സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇവിടെ 2 ഉണ്ട്, 2 അതുപോലെ എഴുതുക. n ആണെങ്കിൽ അത് എന്താക്കുക? n+1 ആക്കുക. n × n+1 ആക്കുക. n ആണെങ്കിൽ ആ n ഇട്ടിട്ട് അത് കൂടെ എത്ര ആഡ് ചെയ്യുക? n+1/2 എടുക്കുക. പ്ലസ് ഇവിടെ 7 കോൺസ്റ്റന്റ് ടേം ആണ്, അത് കൂടെ എത്ര ചെയ്യുക? n ഗുണിക്കുക. ഒന്നും പറയാം, ഈ 2 എഴുതി. ഇവിടെ n ആണെങ്കിൽ n × n+1 എടുക്കുക, അതിനൊരു /2 എടുക്കുക. പ്ലസ് 7 കോൺസ്റ്റന്റ് ടേം കൂടെ ഒരു n കൂടി ആഡ് ചെയ്യുക. ഇനി ഈ ഇക്വേഷനിൽ ഈക്വൽ ടു 2 × n × n+1/2 ആണ്. നമുക്ക് ഇതെന്ത് ചെയ്യണം? ഉള്ളിലേക്ക് ഗുണിക്കണം. അപ്പോൾ ഈ 2ഉം ക്യാൻസലായി. ബാക്കി n × n n² പ്ലസ് n × 1 n പ്ലസ് 7n എന്ന് കിട്ടും. ഇനി ഈക്വൽ ടു n² പ്ലസ് n പ്ലസ് 7n. ഇനി എന്താ ചെയ്യേണ്ടത്? n² അതുപോലെ എഴുതുക. പ്ലസ് 7n കൂടെ ഒരു n കൂട്ടിക്കഴിഞ്ഞാൽ 8n കിട്ടും. ഇതാണ് എന്ത് സമ്മ് എന്ന് പറഞ്ഞാൽ n² പ്ലസ് 8n. ആ n² പ്ലസ് 8n എന്ത് ചെയ്യുക? ഇനി ഇക്വേഷൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സം എത്രയാണ്? n² പ്ലസ് 8n. അപ്പോൾ n² പ്ലസ് 8n പ്ലസ് 16 ഈക്വൽ ടു 256. ഇവിടെ നേരത്തെ ചെയ്ത കണക്കിൽ എന്തായിരുന്നു? എക്സ് ആണ്. അതിൻ്റെ പകരം ഇവിടെ എത്രയെന്നുള്ളൂ? n എന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റത്തെ ടേം അതുപോലെ എഴുതുക. പ്ലസ് ഇടുക. 16 എന്ന് പറഞ്ഞാൽ 4 × 4 ആണ് എത്ര? 16. 4ൻ്റെ സ്ക്വയർ ആണ് 16. അപ്പോൾ 4 എഴുതുക. ഹോൾ സ്ക്വയർ ഈക്വൽ ടു 256. സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട്. അപ്പോൾ n+4 ഈക്വൽ ടു 256. റൂട്ട് 256. n+4 ഈക്വൽ ടു 256 എന്ന് പറഞ്ഞാൽ 16 × 16 ആണ് 256. അപ്പോൾ 256ൻ്റെ പകരം നമുക്ക് എത്ര എഴുതാം? 16 എന്ന് എഴുതാം. ഇനി n ഈക്വൽ ടു +4 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ -16 -4. അപ്പോൾ n ഈക്വൽ ടു 12. അപ്പോൾ ഈ സമ്മ് എത്ര ടേംസ് കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് സമ്മ് കിട്ടിയതെന്ന് ചോദ്യം. 12 ടേംസ് തമ്മിൽ കൂട്ടിയപ്പോഴാണ് എത്ര സമ്മ് കിട്ടിയിട്ടുണ്ടാവുക. ഈ പാഠത്തിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ വരുന്ന ചോദ്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ഭാഗം അപ്ലോഡ് ചെയ്യാം. എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.